ഇന്നത്തെ യാത്ര പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അടുത്തേക്ക് കേട്ടോ നമ്മൾ പോകുന്നത്. ട്രെയിനിനാണ് പോകുന്നത്. അപ്പോൾ 6:45 ട്രെയിന്. ഇപ്പോൾ സമയം 5:55 സമയം. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറിയിട്ട് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങും. പിന്നെ അവിടുന്ന് നമ്മൾ ബസ്സിനാണ് കേട്ടോ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അടുത്തേക്ക് പോകാൻ പോകുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 6:15 ആവാനായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ മുൻവശമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ടിക്കറ്റ് എടുക്കാനുണ്ട്, അതുകൊണ്ട് തന്നെ മുൻവശത്ത് കൂടെയാണ് നമ്മൾ കയറുന്നത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സ്കൂട്ടറിലാണ് കേട്ടോ. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷമാണ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പോകുന്ന ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസർവേഷൻ ഒന്നുമില്ല കേട്ടോ. പാസഞ്ചർ ട്രെയിനിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് കയറുന്നത്. ഇപ്പം ഞാൻ 4ാമത്തെ പ്ലാറ്റ്ഫോമിലാട്ടോ നിൽക്കുന്നത്. 4ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് കണ്ണൂർ മംഗലാപുരം പോകുന്ന ട്രെയിനുകളൊക്കെ കൂടുതലും നിർത്താറുള്ളത്. ടിക്കറ്റ് എടുത്ത ഒരാൾക്ക് 25 രൂപയാണ് കേട്ടോ ടിക്കറ്റിന് വരുന്നത്. ഇന്ന് ട്രെയിൻ ലേറ്റാണ്, 10 മിനിറ്റിൻ്റെ അടുത്തോളം ലേറ്റാണ്. 42-ന് എത്തേണ്ട ട്രെയിൻ ഇപ്പോൾ സമയം 6:50 ആയിട്ടോ. ഷൊർണൂർ കണ്ണൂർ മെമു ട്രെയിനിലാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ഇപ്പോൾ 6:50 ആവുന്ന സമയത്ത് ട്രെയിൻ വരുന്നുണ്ട്. ഈ ഒരു ട്രെയിനിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് റിസർവേഷൻ ഒന്നുമില്ല കേട്ടോ. ജനറൽ കമ്പാർട്ട്മെൻറ്റാണ് മുഴുവനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ തന്നെ ടിക്കറ്റ് എടുത്ത് നമുക്ക് കയറാം. അങ്ങനെ കയറിയിരുന്നു. അപ്പോൾ തന്നെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അധികം ടൈമൊന്നും എടുത്തിട്ടില്ല. 5 മിനിറ്റ് 6:50 55 ആകുമ്പോഴത്തേക്ക് ട്രെയിൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞായറാഴ്ച ഉണ്ടാവില്ല കേട്ടോ. ബാക്കി എല്ലാ വർക്കിംഗ് ഡേയ്സിലും ഉണ്ടായിരിക്കും. കൂടുതലും ജോലിക്ക് പോകുന്ന ആൾക്കാരാണ് ഇതിലുണ്ടായിരിക്കുന്നത്. കോഴിക്കോട് നിന്ന് കണ്ണൂർ എത്തുമ്പോഴേക്ക് 18 സ്റ്റോപ്പുകളാണ് കേട്ടോ ഉള്ളത്. ഓരോ സ്റ്റോപ്പിലും 1 മിനിറ്റ് വീതം നിർത്തിയിട്ട് എടുക്കുന്നുണ്ട് ട്രെയിൻ. അധികം ലേറ്റ് ആവുന്നൊന്നുമില്ല കേട്ടോ. ഇതിനി 6:50 മുതൽ 9:10 ഉള്ളിലായിട്ട് കണ്ണൂർ എത്തും. ഈ ട്രെയിൻ ഷൊർണൂരിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അധികം തിരക്കുകളോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ജോലിക്ക് പോകുന്ന ആൾക്കാരാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സീറ്റുകളൊക്കെ ആവശ്യത്തിനുണ്ട്. ഇനി ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ കണ്ണൂർ എത്തിയതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. 8:55 ആകുമ്പോഴേക്കും നമ്മൾ കണ്ണൂർ എത്തിട്ടോ. അപ്പോൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനാണിത്. നമ്മൾ വന്ന ട്രെയിനാണ് കേട്ടോ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത്. ഈ ട്രെയിൻ ഇനി വൈകിട്ട് 5:30-ക്കാണ് കേട്ടോ ഇവിടുന്ന് വീണ്ടും ഷൊർണൂരേക്ക് തന്നെ പോവുക. റെയിൽവേ സ്റ്റേഷൻ്റെ പാർക്കിങ്ങിൻ്റെ അതിലൂടെ നമ്മൾ പോവുകയാണ് കേട്ടോ റോഡിലേക്ക്. ഈ റോഡിലെത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറശ്ശിനിക്കടവ് ബസ് കിട്ടും. ബസ് സ്റ്റാൻഡ് തൊട്ടടുത്താണ് കേട്ടോ. ഒരു 10 മിനിറ്റ് ദൂരം നടക്കാനുള്ളൂ. അവിടെ തന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ തന്നെ ഒരു മുത്തപ്പൻകാവ് ഉണ്ട് കേട്ടോ. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, റെയിൽവേ മുത്തപ്പൻ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 10 മിനിറ്റ് ദൂരം ഉണ്ട് കേട്ടോ ബസ് സ്റ്റാൻഡിലേക്ക്. അവിടുന്ന് പറശ്ശിനിക്കടവ് ബസ് കിട്ടും. നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ഓട്ടോ വിളിച്ചിട്ടൊക്കെ പോവാം. നടക്കാവുന്ന ദൂരം തന്നെ ഉള്ളൂ. ബസ് ഇങ്ങനെ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് കൈയാട്ടി കയറാൻ വേണമെങ്കിൽ അവിടുന്ന് ബസ് കയറിയ പറശ്ശിനിക്കടവ് സ്റ്റാൻഡിലാണ് കേട്ടോ നമ്മൾ ഇറങ്ങുക. അവിടുന്ന് അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഓട്ടോ വിളിച്ചിട്ട് പോവാം, അല്ലെങ്കിൽ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് മുത്തപ്പൻകാവിലേക്ക് പോവാം. ഞങ്ങളിപ്പം മഴ ആയതുകൊണ്ട് ഓട്ടോ ടാക്സി വിളിച്ചിട്ടാണ് കേട്ടോ മുത്തപ്പൻകാവിലേക്ക് വരുന്നത്. 40 രൂപയാണ് ഓട്ടോ ടാക്സി വിളിക്കുന്ന സമയത്ത് ചാർജ് വാങ്ങുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ മുത്തപ്പൻകാവിലേക്ക് ഇതാ നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മുത്തപ്പൻകാവിലേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ കുറേ കടകളൊക്കെ കാണുമ്പം ചെറുപ്പം മുതൽ വരുന്ന ഒരു ഓർമ്മയാണ് കേട്ടോ വരിക. അങ്ങനെ മുത്തപ്പൻകാവിൻ്റെ മുൻവശം എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തുമ്പോൾ എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു സന്തോഷം കേട്ടോ മനസ്സിൽ. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കടന്നു. ഇവിടെയാണ് കേട്ടോ ഓഫീസ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് കേട്ടോ മുത്തപ്പൻകാവിൻ്റെ മുൻവശം എന്ന് പറയുന്നത്. അതിൻ്റെ സൈഡിലൂടെ പോയിട്ട് മുത്തപ്പൻകാവിലേക്ക് കയറുമ്പോൾ കാല് കഴുകിയതിന് ശേഷമാണ് കേട്ടോ കയറുന്നത്. പക്ഷേ ഈ ഒരു ഭാഗം നമ്മൾ കയറുന്ന ആ ഭാഗം എന്ന് പറഞ്ഞാൽ അവിടെയാണ് മുത്തപ്പൻകാവിൻ്റെ മുൻവശമായിട്ട് വരുന്നത് ശരിക്കില്ല. അപ്പോൾ അതിൽ തന്നെയാണ് നമ്മൾ കടക്കാൻ പോകുന്നത് കേട്ടോ. വളപട്ടണം പുഴയുടെ കരയിലായിട്ടാണ് കേട്ടോ മുത്തപ്പൻകാവ് സ്ഥിതി ചെയ്യുന്നത്. മുത്തപ്പൻകാവിൻ്റെ ഉള്ളിലേക്ക് ഫോണ് നമ്മൾ കൊണ്ടുപോയിട്ട് വീഡിയോ എടുക്കാനോ ഫോട്ടോസ് എടുക്കാനൊന്നും പാടില്ല കേട്ടോ. അപ്പം അതിനൊന്നും പെർമിഷൻ ഇല്ല. മുത്തപ്പനെ കണ്ട് തൊഴുത് അവിടെ കുറച്ച് നേരം ഇരുന്നതിന് ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. നമുക്കവിടെ ശാന്തമായിട്ട് കുറേ നേരം ഇരിക്കാനൊക്കെ പറ്റും കേട്ടോ. നല്ലൊരു സമാധാനത്തോടെ കൂടിയിട്ട് ഇരിക്കാനൊക്കെ പറ്റും. അതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ പുറത്ത് നിന്ന് നോക്കുമ്പോഴുള്ള മുത്തപ്പൻകാവിൻ്റെ കാഴ്ചകളാട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഇനി നമുക്ക് മുത്തപ്പൻ്റെ പ്രസാദം കഴിക്കാൻ വേണ്ടി പോവാം. എപ്പോൾ വിശന്ന് വരുന്ന സമയത്തും ഈ ഒരു പ്രസാദം ഇവിടെ ഉണ്ടായിരിക്കും കേട്ടോ. നമ്മൾ കയറി വരുന്ന സമയത്ത് റൈറ്റ് സൈഡിലായിട്ട് അവിടെ നിന്നാണ് നമ്മൾ പ്രസാദം കഴിക്കുക. ഈ ഒരു പ്രസാദം കഴിക്കണമെങ്കിൽ ഒരു ഭാഗ്യം വേണം. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള പ്രസാദമാണ് കേട്ടോ ഇത്. വൻപയർ പുഴുങ്ങിയതും പിന്നെ തേങ്ങാക്കൊത്തും ചായയുമാണ് കേട്ടോ മുത്തപ്പൻ്റെ പ്രസാദം എന്ന് പറയുന്നത്. ഈ ഒരു പ്രസാദം ഏത് സമയത്തും നമ്മളിവിടെ വരുമ്പോഴും കഴിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. പിന്നെ ഇവിടെ നിന്നാണ് ചോറൂണ് ഉണ്ടായിരിക്കുക. ചോറൂണിൻ്റെ സമയമൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പ്രസാദം കഴിക്കുന്നതിൻ്റെ ഒക്കെ തൊട്ടടുത്താണ് കേട്ടോ ചോറൂണും പിന്നെ ഓഫീസും വരുന്നത്. ഇവിടെ ഓഫീസിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വഴിപാടുകൾ ഷീട്ടാക്കാവുന്നതാണ്. പിന്നെ പുഴയോട് ചേർന്നിട്ടാണ് ഊട്ടുപുര വരുന്നത്. ഊട്ടുപുരയിൽ നമുക്ക് ഉച്ചക്കത്തെ ഭക്ഷണം ഉണ്ടായിരിക്കും കേട്ടോ. ആ ഭക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം സ്വാദിഷ്ടമായ ഭക്ഷണമാണ് മുത്തപ്പൻ്റെ ഉച്ചക്കത്തെ ഭക്ഷണം എന്ന് പറയുന്നത്. അത് കഴിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ കാണുന്നത് ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വേറെ വേറെ ആയിട്ടാണ് ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഉള്ളത്. ഇവിടെ ബാത്റൂമിൽ പോയതിന് ശേഷം വീണ്ടും പുഴയിൽ വന്ന് കാല് കഴുകിയിട്ട് വേണം കേട്ടോ മുത്തപ്പൻകാവിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. മുത്തപ്പൻകാവിനോട് ചേർന്ന് തന്നെ ഒരു ബോട്ട് ജെട്ടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ബോട്ട് സർവീസുകളൊക്കെ ഉണ്ട്. വളപട്ടണത്തേക്കൊക്കെ ഗവൺമെൻറ്റിൻ്റെ രാവിലെയും വൈകിട്ടൊക്കെയാണ് തോന്നുന്നു ഇവിടെ സമയങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇരിക്കാനുള്ളൊരു ഏരിയ ഉണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ ഈ പുഴയിലേക്ക് നോക്കിയിരിക്കാൻ തന്നെ നല്ലൊരു രസമാണ് കേട്ടോ. ഇപ്പം ഇല്ലേ മഴക്കാലം കൂടി ആയതുകൊണ്ട് കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബോട്ട് ജെട്ടി വരെ ഒന്ന് പോയി നോക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയിൽ കുറേ ഇതുപോലത്തെ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ നമുക്ക് വാങ്ങി കഴിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്യാം. പിന്നെ കണ്ടോ ഫാമിലി ബോട്ടിനൊക്കെ 500 രൂപയാണ്. ബാക്കിയുള്ള ബോട്ടിന് ടിക്കറ്റ് കൗണ്ടറാണ് കേട്ടോ ഇവിടെ 50 രൂപ അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ ബോട്ട് സർവീസ് സർക്കാർ ബോട്ട് സർവീസിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെയാണ്. വളപട്ടണത്തേക്കൊക്കെ ഉണ്ട് അങ്ങനെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അത് രാവിലെയും വൈകിട്ടൊക്കെയാണ് അതിൻ്റെ സമയമൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇവിടെയൊക്കെ കുറേ ഇരിക്കാനുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഇരുന്നിട്ടൊക്കെ കുറേ സമയം ഇരുന്ന് അവിടെ സ്പെൻഡ് ചെയ്തിട്ടൊക്കെ പോവാം കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ മുത്തപ്പൻ്റെ പ്രസാദൂട്ട് ഉച്ചക്കത്തെ പ്രസാദൂട്ടൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. പക്ഷേ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഇതിലെങ്ങനെ നടക്കാൻ ഒരു നല്ലൊരു രസമാണ് കേട്ടോ. പിന്നെ നമുക്കിങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം കേട്ടോ ബോട്ട് സർവീസുകളൊക്കെ ഇങ്ങനെ പോകുന്നതിൻ്റെ കാഴ്ചകളൊക്കെ. ഫാമിലി ആയിട്ടൊക്കെ പോകുന്ന ആൾക്കാരതൊക്കെ കാണാൻ വേണ്ടി പറ്റും. തിരിച്ചു പോകുന്നത് ബസ്സിലാണ് കേട്ടോ. അപ്പോൾ ഈ ബസ് സ്റ്റാൻഡിന് ഇങ്ങോട്ടേക്ക് വരാൻ മുത്തപ്പൻകാവിന് ഇതുപോലെ തന്നെ ഓട്ടോ ടാക്സി വിളിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. 40 രൂപയാണ് ചാർജ് വരുന്നത്. പിന്നെ എന്താ ഈ ബസ് നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഒരു സ്റ്റോപ്പിൽ നിർത്തും. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒന്ന് നടക്കാവുന്ന ദൂരമുള്ളൂ കേട്ടോ. പറശ്ശിനിക്കടന്ന് നമ്മൾ ബസ് കയറിയിട്ടുണ്ടെങ്കിൽ ഏകദേശം 3/4 മണിക്കൂറിൻ്റെ അടുത്താണ് കേട്ടോ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നത്. അങ്ങനെ ഇതാ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. നമ്മൾ രാവിലെ വന്ന മെമു ട്രെയിൻ ആട്ടോ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത്. ഇതിന് 5:30 കേട്ടോ തിരിച്ച് ഷൊർണൂരേക്ക് പോകുന്നത്. നമ്മളിപ്പോൾ കോഴിക്കോടേക്ക് പോകുന്നത് 2:50 ഇവിടുന്ന് എടുക്കുന്ന കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എടുക്കുന്ന ഇൻ്റർസിറ്റി ട്രെയിനാണ് കേട്ടോ. എറണാകുളം ഇൻ്റർസിറ്റിക്കാണ് പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് കണ്ണൂർ ബസ് സ്റ്റാൻഡ് കേട്ടോ. ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ്സുകൾ വരുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ണൂർ എറണാകുളം ഇൻ്റർസിറ്റി ട്രെയിൻ കണ്ണൂരിൽ നിന്ന് എടുക്കുന്നതാണ് കേട്ടോ. ഒരാൾക്ക് 50 രൂപയാണ് ചാർജ്. ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ഇതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.